ഹായ്, എല്ലാവർക്കും ബിജനബർ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഏകദേശം ഒരു മാസമായി തോന്നുന്നു രാജസ്ഥാനിൽ നിന്ന് വന്നിട്ട് മലയാളികളാകുന്ന കുറച്ച് ആളുകളെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മളെ കൊല്ലത്തുള്ള JS ബോഡി വർക്ക്ഷോപ്പിൽ നിന്ന് നമ്മൾ ഒരാളെ പരിചയപ്പെട്ടിരുന്നു. അവരെ പണി കഴിഞ്ഞിറങ്ങിയ ഒരു ബസ്സും നമ്മൾ രാജസ്ഥാൻ വണ്ടി പരിചയപ്പെട്ടായിരുന്നു. അപ്പൊ അന്ന് കുറേ പേര് എന്നോട് ചോദിച്ചായിരുന്നു, കൊണ്ടോടി കണ്ടു മടുത്തു, അപ്പോൾ രാജസ്ഥാൻ ബസ് വേറെ ഏതെങ്കിലും ലുക്കിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് മഞ്ചേരിയിലാണ്. മഞ്ചേരിയിൽ ഒരു രാജസ്ഥാൻ ബസ് ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പുറകിൽ കാണുന്ന മഞ്ചേരിയിലെ ഗാലക്സി ഗ്രൂപ്പിൻ്റെ ബസ്സാണിത്. അപ്പോൾ ഇത് കൊണ്ടുവന്നപ്പോൾ ഉള്ള രാജസ്ഥാൻ ലുക്ക് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ ആ ലുക്കിൽ നിന്ന് ചെർപ്പുളശ്ശേരിക്കടുത്ത് തൂതയിലെ ശ്രീ ദുർഗ ബോഡി വർക്ക്ഷോപ്പ് റീബിൽഡ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു ലുക്കാണ് നിങ്ങൾക്ക് എൻ്റെ പുറകിൽ കാണുന്നത്. രാജസ്ഥാൻ വണ്ടിയാണെന്ന് പറയാൻ ഒരു കാര്യം പോലും എന്ത് ബാക്കിയിൽ, അത് ഫുള്ളി റീബിൽഡ് ചെയ്ത് ഇറക്കിയിട്ടുള്ള ബസ്സാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ചോദിച്ച കുറേ സംശയങ്ങൾക്കും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഉത്തരവുണ്ടാവും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അശോക് ലേലാൻഡിൻ്റെ BS3 ചേസിലുള്ള ബസ്സാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിൻ്റെ കൗൾ പോർഷൻ ലുക്കിലേക്ക് നോക്കി, ഒരു കിടുക്കാച്ചി ലുക്കിലാണ് ശ്രീദുർഗ ഇതിൻ്റെ ഫ്രണ്ട് കൗള് റീബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇത് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഫോട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇവിടെ ആണല്ലേ പച്ച കിളിപ്പച്ച ലിപ്പുകൾ കൊടുത്തിട്ടുണ്ട്, ക്രാഷ് കാർഡ് കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ നമ്പർ KL 85C 6084, രജിസ്ട്രേഷൻ കഴിഞ്ഞ വണ്ടിയാണ്. അല്ല കിടക്കാച്ചി ഗ്രില്ലൊക്കെ കൊടുത്തിട്ട് ഒരു ഓപ്പണിംഗ് ഒക്കെ കൊടുത്ത് സെറ്റപ്പ് ആക്കിയിട്ടുള്ള ഒരു കൗൾ പോർഷനാണ്. ഇതിൻ്റെ ഗ്ലാസ് പോർഷനിലേക്ക് വരുമ്പോൾ വണ്ടിയുടെ എഡിഷൻ നെയിം കൊടുത്തിരിക്കുന്നത് സുജായി ഇൻഫേമസ്. LED ഡിസ്പ്ലേ ബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഗാലക്സീൻ്റെ പേര് മുകളിൽ കൊടുത്തിരിക്കുന്നതാണ്. ഇവിടെ എല്ലാ വണ്ടികൾക്കും ഈ ഒരു സെയിം സ്റ്റൈലിൽ തന്നെയാണ് പേര് കൊടുക്കുന്നത് കേട്ടോ. 2 കൊമ്പുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. വണ്ടി ഈ ഒരു ഒറ്റ ലുക്കിൽ തന്നെ നമുക്ക് രാജസ്ഥാൻ വണ്ടിയാണെന്ന് പറയാനേ പറ്റാത്ത രീതിയിലാണ് ഇതിൻ്റെ ഫ്രണ്ട് റീബിൽഡ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടെന്നല്ല, മൊത്തത്തിൽ റീബിൽഡ് ചെയ്തിട്ടുള്ളത്. ഡാഷിലായിട്ട് 2 സൈഡിലായിട്ടും ബോർഡ് പോർഷൻ കൊടുത്തിട്ടുണ്ട്. സെൻട്രലായിട്ട് LED ഡിസ്പ്ലേ ബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഓവറോൾ ഒരു ഫ്രണ്ട് ലുക്ക് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ സൈഡ് പോർഷൻ ലുക്കിലേക്ക് വന്നാൽ, സൈഡ് ലുക്ക് നോക്കി എവിടെയെങ്കിലും ഒരു രാജസ്ഥാനി ടച്ച് ഉണ്ടോ? ഫുള്ളി റീബിൽഡ് ചെയ്ത് കേരള ലുക്കിലേക്ക് മാറ്റിയ വണ്ടിയാണിത്. ഷട്ടേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലായിട്ട് ക്വാർട്ടർ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വീലാർച്ച് കാര്യങ്ങളൊക്കെ പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിവിടെ ഒരു സെമി ക്വാർട്ടർ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. വീൽ കപ്പൊക്കെ പുതിയതായിട്ട് ബ്ലൂവിൽ വീൽ കപ്പൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ ചെറിയൊരു ഡിസൈൻ കണ്ടില്ലേ, ഒരു ചെറിയൊരു ഗാലക്സീൻ്റെ ഒരു ചെറിയൊരു ലോഗൊക്കെ വെച്ചിട്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗാലക്സീൻ്റെ പേര് ഇവിടെ കാണാം. ബാക്ക് വീലും നല്ലൊരു അടിപൊളി വീൽ കപ്പൊക്കെ കൊടുത്തിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ക്വാർട്ടർ ഗ്ലാസ്സിലായിട്ട് "I am not perfect but I am honest" എന്നൊരു റൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ വിൻഡോസിൻ്റെ കാലിലൊക്കെ ആയിട്ട് സ്റ്റീലിൻ്റെ വർക്ക് ചെയ്തിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചേസിൻ്റെ ലുക്കിലേക്കൊക്കെ നോക്കി, ഫുള്ള് ക്ലീൻ ചെയ്ത് ക്ലിയറാക്കി ബ്ലാക്ക് കോട്ടിങ് കൊടുത്ത് കിടുക്കാച്ചി ആക്കിയിട്ടുള്ള ഫുള്ള് ഫ്രഷ് ലുക്കിലേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൻ്റെ ബാക്ക് ലുക്കിലേക്ക് വരുമ്പോൾ രാജസ്ഥാൻ്റെ ആ ഒരു ഗ്ലാസ് പോലെ തോന്നുന്ന രീതിയിൽ ആ ഗ്ലാസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ
ബാക്കി പോർഷൻസ് നോക്കിയാൽ ഫുള്ള് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഗാലക്സിൻ്റെ പേര് കൊടുത്തേക്കുന്ന കാണാം. അതിൻ്റെ മുകളിൽ നിന്നായിട്ടൊരു നല്ല അടിപൊളി സ്റ്റിക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ 2 ലാഡേഴ്സ്. ഇവിടെ ലൈറ്റ് പോർഷൻ നോക്കി നമ്മളിതുവരെ കാണിക്കാത്ത ടൈപ്പുള്ളൊരു ലൈറ്റാണ് ഇതിന് റിയർ ലൈറ്റ്സ് വെച്ചിട്ടുള്ളത്. അങ്ങനെയുണ്ട് 1, 2, 4, 5 ലൈറ്റുകൾ നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ബമ്പർ പോർഷനിലും 2 ലൈറ്റുകൾ 4 കൊടുത്തിരിക്കുന്നത് കാണാം. ഇതിൻ്റെ ഷേപ്പ് നോക്കുകയാണെങ്കിൽ കണ്ടില്ല, ഉള്ളിലേക്ക് കുറച്ച് 2 തട്ട് കയറി നിൽക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ആ പോർഷനിലും കുറച്ച് കട്ടിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബാക്ക് പോർഷൻ്റെ ലുക്ക്. ഇനി നമുക്ക് ക്യാബിൻ ലുക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇൻറ്റീരിയർ വ്യൂസ്. ഇപ്പോൾ ലെയ്ലൻഡിൻ്റെ BS3 ചേസിലുള്ള ഈ സ്റ്റിയറിംഗ് വീലായിരിക്കും കൂടുതൽ ആൾക്കാർക്കൊരു ഇഷ്ടമുള്ളത്. അതിവിടെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ പുതിയൊരു ബോക്സൊക്കെ അടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ വെച്ചിട്ടുണ്ട്. അല്ല, രാജസ്ഥാൻ വണ്ടിയുടെ ഒരു ഡാഷ്ബോർഡിൻ്റെ ഒരു ലുക്കും അല്ലത്. ഫുള്ള് ACP വർക്ക് ചെയ്തിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഒരു ബ്ലൂ ആൻഡ് റെഡ് കോമ്പോയിൽ ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റിയറിംഗ് വീലും ഈ പെഡലുകളൊക്കെ നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതൊരു BS3 ചേസുള്ള വണ്ടിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഔട്ടർ ലുക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരു പുതിയ വണ്ടിയുടെ ലുക്കാണിതിന്. ഈ ബോണറ്റേരി ഫുള്ള് കുഷൻ അടിച്ച് സെറ്റാക്കി ചെയ്തിട്ടുണ്ട്. അതിവിടെ ഡ്രൈവർ ക്യാബിൻ സെപ്പറേഷൻ വരുന്നുണ്ട്. രാജസ്ഥാൻ വണ്ടി ഉണ്ടായിരുന്നപ്പോൾ ഇത്രയും ഒരു ഫുള്ളൊരു ക്യാബിനായിരിക്കും അതിന് വരിക. അതിവിടെ പെട്ടി സീറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഡ്രൈവർക്ക് ഫാന്, സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ, സ്ലൈഡിങ് ക്യാബിന്, ഡിജിറ്റൽ ക്ലോക്ക്, മിറർ കാര്യങ്ങളൊക്കെ അഡീഷണലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. റൂഫ് പോർഷനിലേക്ക് നോക്കിയാൽ സെൻട്രലായിട്ട് ഫുള്ളായിട്ടൊരു ബ്ലൂ ACP വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു റെഡ്, അതുപോലെ ക്രോം പ്ലേറ്റ് വർക്ക്സ്. ഇവിടം തൊട്ട് ഈ ഒരു വിൻഡോൻ്റെ പോർഷനിലും ഈ കൊത്തുകാലിലും താഴേക്കും ആ ക്രോം പ്ലേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. സീറ്റുകൾ ഫുള്ള് രാജസ്ഥാൻ വണ്ടിയുടെ ഫുള്ള് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല കുഷ്യനിലുള്ള അടിപൊളി സീറ്റുകളാണ് വണ്ടിക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ സ്റ്റീലിലുള്ള ബെർത്തുകൾ കൊടുത്തിട്ടുണ്ട്. ഈ കമ്പി കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്തിട്ടാണ് ഇവർ റീബിൽഡ് ചെയ്തിട്ടുള്ളത്. ഗ്ലാസ് അല്ല, ഷട്ടർ ആയതുകൊണ്ട് തന്നെ നല്ല പുതിയ ഷട്ടറുകൾ ആണ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ നമ്മുടെ മലബാർ സൈഡിലുള്ള വണ്ടികൾക്ക് ഡോർ പോർഷൻ ആ ഒരു സെയിം രാജസ്ഥാൻ വണ്ടികളുടെ ആ ഒരു സ്ഥലത്ത് തന്നെയാണ് വരുന്നത്. അത് ഡോറുകൾ ഓട്ടോമാറ്റിക് ഡോറുകളാക്കിയിട്ടുണ്ട്. അതിന് രാജസ്ഥാൻ വണ്ടികൾക്ക് മാനുവലായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഡോറുകളാണ്. അതുപോലെ സ്റ്റീലിൻ്റെ വർക്കുകൾ സൈഡിലൊക്കെ ചെയ്തിട്ടുണ്ട്. ബാക്കിലായിട്ടൊരു ഫുൾ ലെങ്ത്ത് സീറ്റ് കൊടുത്തിട്ടുണ്ട്. ഡബിൾ സീറ്റ് 2 പിന്നെ 2 സിംഗിൾ സീറ്റ് കൊടുത്തിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒരു ക്രോം പ്ലേറ്റ്സിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി CCTV ക്യാമറകളൊക്കെ വെക്കാണ്ട് ഇതിനകത്ത് വണ്ടിക്കകത്ത്. കർട്ടന് അഡീഷണലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീലാർച്ചിൻ്റെ ടോപ്പ് പോർഷൻ നോക്കിയാൽ നമുക്ക് ഒരു പക്ഷേ മനസ്സിലാവും രാജസ്ഥാൻ്റെ ആ ഒരു കളർ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം രാജസ്ഥാൻ വണ്ടിയുടെ. അതുപോലെ ഫ്ലോർ പോർഷൻ നോക്കുകയാണെങ്കിൽ ഫുള്ളി പുതിയ മെറ്റീരിയലാണ് അടിച്ചിട്ടുള്ളത്. പഴയത് രാജസ്ഥാൻ വണ്ടിയുടെ ഫുള്ള് ഒഴിവാക്കിയിട്ട് പുതിയ മെറ്റീരിയലാണ് ഫ്ലോർ ചെയ്തിട്ടുള്ളത്. ഇവിടെ എല്ലാം അങ്ങനെ തന്നെ ഫുള്ള് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഫ്ലോർ ഫുള്ളായിട്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് ഇതിൻ്റെ എൻജിൻ കണ്ടീഷൻ മോശമാണ്, രാജസ്ഥാൻ വണ്ടി അവിഞ്ഞ വണ്ടിയാണെന്നൊക്കെ കമൻറ്റ് ഇട്ടിരുന്നു. ഈ വണ്ടി ഫുള്ളി എൻജിൻ പാർട്ടെല്ലാം അടക്കം ഫുള്ളി റീഫർബിഷ് ചെയ്തിട്ടാണ് ഇവർ ഈ ഒരു ഗാലക്സി ടീം ഒരു വണ്ടി ഇറക്കിയിട്ടുള്ളത്. പലരും ഈ വണ്ടി അവിടെ നിന്ന് കൊണ്ടുവരുന്നതിന് അല്ലെങ്കിൽ അവിടെ നിന്ന് വാങ്ങുന്നതിന് എത്ര റേറ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഇതിനായിട്ടൊരു ടീം അവിടെ നിന്ന് വണ്ടി കൊണ്ടുവരുന്നുണ്ട്. അവരുടെ കോൺടാക്റ്റ് നമ്പർ ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് വിളിച്ചിട്ട് അവരുടെ റേറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യുക. ബോഡിയോട് കൂടിയും ബോഡി ഒഴിവാക്കി ചേസായിട്ട് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നതാണ്. വണ്ടികൾ രാജസ്ഥാനിൽ വരുവാനുള്ള കാരണം എന്ന് വെച്ചാൽ BS3 ചേസുള്ള വണ്ടികളൊക്കെ RSRTC അവിടെ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പുതിയ BS6 ചേസുള്ള വണ്ടികളാണ് ഇറക്കിയിട്ടുള്ളത്. അങ്ങനെയാണ് ഈ വണ്ടികൾ നമുക്ക് കുറഞ്ഞ റേറ്റിലേക്ക് കേരളത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുന്നത്. അപ്പം നമുക്ക് ആവശ്യമുള്ളവർ താഴത്തെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവർക്കും മലബാർ സൈഡിൽ റീബിൽഡ് ചെയ്തിട്ടുള്ള രാജസ്ഥാൻ ബസ്സിൻ്റെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട് കാണാൻ വിശ്വസിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പം അവരെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ കൂടുതൽ രാജസ്ഥാൻ ബസ്സുകൾ എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുള്ള വിശേഷങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഗാലക്സി ഗ്രൂപ്പിൻ്റെ ഈ ബസ് ഉടനടി നിരത്തിലിറങ്ങുന്നതാണ്. ബോർഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇനിയും നിങ്ങൾക്ക് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇനിയും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക, അത് നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ ഫ്രം ബിജു നിലമ്പൂർ.